ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രം കശ്മീർ. ഇപ്പം നമ്മൾ നേരെ പുൽവാമയിലേക്ക് തിരിക്കുകയാണ് ഇന്ന്. നമ്മൾ പുൽവാമ വഴി പോകുന്ന വഴി നമ്മളൊരു ജവാനെ കണ്ട് ഇദ്ദേഹത്തിനെ കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ സാധിച്ചു. അദ്ദേഹം ഒരു മലയാളി കൂടിയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്മാർട്ടിലാണ്. ഇതൊരു കോപ്പറേറ്റീവ് സ്റ്റോറാണ്. നമ്മൾ കശ്മീരിൽ എത്തിക്കഴിഞ്ഞാൽ പരമാവധി ഇങ്ങനത്തെ കോർപ്പറേറ്റീവ് സ്റ്റോറുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാരണം ഇവിടെ പറ്റിക്കത്തില്ല, നല്ല വിലയായിരിക്കും. ഇപ്പോൾ ഇതൊക്കെ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളാണ്. ഇതിലൊക്കെയെന്ന് വെച്ചാൽ ഇപ്പോൾ കുങ്കുമപ്പൂവും കാര്യങ്ങളാണ്. ഇത് ഫ്രഷ് സാധനങ്ങളൊക്കെയാണ്. ഏറ്റവും നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. പക്ഷേ കുറച്ച് വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഞങ്ങൾ തന്നെ ഏകദേശം ഇത്ര കുറച്ച് സാധനം വാങ്ങിയാലും 10,000 രൂപയായി. നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സാണ്. ഇപ്പോൾ നമ്മൾ നൂർപൂറിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ നൂർപൂറാണ്. നൂർപൂരിൽ നിന്ന് പഹൽഗ്രാം എത്തണം. പിന്നെ അനന്ത്നാഗ്, പഹൽഗ്രാം ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഡെസ്റ്റിനേഷന്. ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ്. ഇവിടെയൊക്കെ CRPF എപ്പോഴും കൺവേ വരുന്നുണ്ട്. അപ്പോൾ കുറേ നമുക്കങ്ങനെ എപ്പോഴും വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല. പിന്നീട് ഈ പുറയിൽ കാണുന്ന മലനിരകളുണ്ട്, എത്ര മനോഹരമാണ്. ഇതെന്ന് വെച്ചാൽ കശ്മീരിൻ്റെ തനതായ മലനിരകളാണ് ഈ കാണുന്നതെന്നൊക്കെ വെച്ചാൽ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ സെറ്റിൽമെൻറ്റ്സ് ഉണ്ട്, വീടുകളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ CRPF വെഹിക്കിൾസ് പോകും. നേരം നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല, അത് ഭയങ്കര വിഷയമാവും. അതുകൊണ്ട് CRPF വെഹിക്കിൾസ്, നമ്മുടെ ആർമിയുടെ ഒന്നും വെഹിക്കിൾസിന് വീഡിയോഗ്രാഫി പരമാവധി ഒഴിവാക്കുന്നതാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഇവിടെ എപ്പോഴും ഇങ്ങനെ കണ്ടില്ല, പുറകിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. അതെനിക്ക് എപ്പോഴും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പരമാവധി ഒഴിവാക്കുന്നത് റോഡിലെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കശ്മീരിലെ തന്നെ കശ്മീരി വില്ലോ എന്ന് പറയുന്ന മരത്തിൽ നിന്ന്, ക്രിക്കറ്റ് ബാറ്റ് 2 തരത്തിലുള്ള മരത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഇപ്പം കുറേ എക്സ്പോർട്ട് ചെയ്ത് വരുന്നത്, കൂടുതലും ഇംഗ്ലണ്ട് വില്ലോയും കശ്മീരി വില്ലോയും. ഇവിടെ ഏത് കശ്മീരി വില്ലോസിൽ ഉണ്ടാക്കുന്ന ബാറ്റുകളാണ് നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ എന്താ വെച്ചാൽ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാറ്റുകളാണ്. കസ്റ്റം മെയ്ഡും ഉണ്ട്, അല്ല സാധാരണയുണ്ട്. പിന്നെ MRPF സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്ന ബാറ്റുകളാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ചെറിയൊരു ബാറ്റ് വ്യവസായം നമുക്ക് പറയാം. ഇപ്പോൾ പുറകിൽ കാണുന്നതൊക്കെയെന്ന് വെച്ചാൽ ഇവിടുത്തെ ട്രീസാണ്, വില്ലോസാണ്. കണ്ടല്ലേ, ഇദ്ദേഹം ഈ ബാറ്റിൻ്റെ മാനുഫാക്ചറിങ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാറ്റാണിത്. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരികയാണ്. ആ പിടിയിൽ ഇനിയും ഫെവിക്കോൾ ഒട്ടിക്കുന്നതാണ് അദ്ദേഹം ഇപ്പോൾ എന്നോട് പറഞ്ഞത്. അതിന് ശേഷമാണ് ഇത് കൃത്യമായി വരുമെന്ന് പറയുന്നു. ഇത് ഇവിടുത്തെ പ്രോസസ്സിങ് യൂണിറ്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ബാറ്റുകളാണ്. ഇത് പ്രോസസ്സ് ചെയ്തിട്ട് 1 വർഷത്തോളം ഇങ്ങനെ വെക്കും. അതിനുശേഷമാണ് ഇത് നമ്മൾ കാണുന്ന ബാറ്റിലാണ്, ഇപ്പോൾ ഇവിടെ കാണുന്ന ബാറ്റിലായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന കാര്യം കണ്ടില്ലേ, MRF, GM എല്ലാത്തിൻ്റെയും ബാറ്റ് ഇവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെ കുറേ എക്സ്പോർട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പലതും അറിയുന്നുണ്ടെന്നേ ഉള്ളൂ. ഇവിടുത്തെ ബാറ്റിന് വലിയ വെയിറ്റിൻ്റെ പ്രശ്നമൊന്നുമില്ല. ബായ് അവിടെ ഇരുന്ന് ഇതിൻ്റെ വെയിറ്റ് കുറയ്ക്കുകയും കൂട്ടുകയും അങ്ങനത്തെ ചില പരിപാടികളൊക്കെ ചെയ്യുകയാണ്. പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കുക, ആ പരിപാടിയൊക്കെയാണ് ആ ബായ് അവിടെ ഇരുന്ന് ചെയ്യുന്നത്. അങ്ങനെ പഹൽഗ്രാമിലോട്ട് പോകുന്ന വഴിയുള്ളൊരു ചെറിയൊരു ആട്ടിൻ തോട്ടമാണിത്. ഇവിടെ ഒരു ആപ്പിൾ മരങ്ങളൊക്കെ ഉണ്ട്. വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും കശ്മീരിൻ്റെ ഒരു സിഗ്നേച്ചർ വ്യൂ ആണ്. ഇതാണ് നമ്മുടെ ലിഡർ നദി, LIDDER, ലിഡർ റിവർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് പഹൽഗ്രാമിൽ കൂടെ ഇപ്പോൾ ഒഴുകിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമാണ്. നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങളുമൊക്കെ. വളരെ പീസ്ഫുള്ളായിട്ടുള്ള അന്തരീക്ഷമാണ് ഇവിടെ നദിക്കരയിൽ നിന്ന് ലഭിക്കുന്നത്. നമ്മൾ നേരെ നമ്മുടെ ബംഗ്ലാവിലേക്ക്, ബംഗ്ലാവ് നമ്മൾ നേരത്തെ താമസിച്ച വീടിൻ്റെ ആ ഒരു
പേടായിരുന്നു. നമ്മുടെ സ്കൈ വാലിയിലോട്ട് അതാ നമ്മുടെ ഹോട്ടലിൻ്റെ പേര്. അവിടേക്ക് തിരിക്കുകയാണ്. അവിടെ ഒരു ഗ്രാമത്തിലാണ് നമ്മുടെ ഈ സ്കൈ വാലി ഹോട്ടലുള്ളത്. നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടുത്തെ ചെറിയ കുറച്ച് കുഞ്ഞി പിള്ളേർ നമ്മൾ കണ്ടു കേട്ടോ. അവരുടെ അടുത്തോട്ട് വരും, ഭയങ്കര ഷൈ ആണ്. നമുക്ക് അവിടെ നിന്ന് കണ്ടു കൊടുക്കാം. हाय, क्या नाम है आपका? अरफा। कैसा है आप? हम ना आपका गांव देखने आया था। कैसा है आप? आपका गांव कैसा है वो देख। ഇതാണ് നമ്മുടെ മുറിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല മുറിയാണ്, അത്യാവശ്യം നീറ്റാണ്, ക്ലീനാണ്. പിന്നെ പുതിയൊരു ഇതാണ് കേട്ടോ ഈ സ്കൈ വാലി എന്ന് പറയുന്നത്. ടി വി ഒക്കെ ഉണ്ട്. പിന്നെ കാര്യങ്ങളെല്ലാം ഇവിടെ നല്ല വൃത്തിയായിട്ടുണ്ട്. നമുക്ക് ബാത്റൂം നോക്കാം. കാരണം വാഷ്റൂം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. വാഷ്റൂം ഓക്കെ ഓക്കെ ക്ലീനാണ്, അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേക്ക് പിള്ളേരാണ് പേടിച്ചോടി കേട്ടോ. വീണ്ടും ഇവിടെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അതായത് നിങ്ങൾ കണ്ടോണ്ടിരിക്കുക, അവരാണെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അടുത്തോട്ട് പോയപ്പോഴത്തേക്ക് അവരിറങ്ങി മാറി അങ്ങ് ഓടി. क्या नाम है आपका? अरफा। कैसा है आप? हम ना आपका गांव देखने आया था। कैसा है आप? आपका गांव कैसा है वो देखने के लिए आया था ना। പേടിച്ചു പോയി. ഇത്ര ആവനാ ബാക്കി പറ. ഓടിച്ചു പോ. ഗുൽമാർഗ് കിട്ടി. നമുക്ക് വേറെ കിട്ടിയൊരു ഫ്രണ്ടാണ് എൻ്റെ ഷഹീദ് എന്ന് പറയുന്നത്. അദ്ദേഹത്തോട് ഞാൻ കുറേ സംസാരിച്ചു. നമ്മൾ നല്ല ഫ്രണ്ട്സായി പിന്നെ നിമിഷം. നിങ്ങൾക്കത് കേൾക്കാം. And now I am going to ask the most asked question in social media. Do Kashmir men use any kind of cosmetics? Yeah, but from the cities, we use some kind of makeups, but I don't use that. Oh, let me get into the question. Let me get into this question. Why you guys are so attractive? I'm asking directly. Why you guys are so Just because attractive? we are pure-hearted, and that's the main reason that. ഞാനും ഷഹീൻ ബ്രോയും കൂടെ ഒരു ക്യാമ്പ് ഫയർ സെറ്റാക്കി നമ്മൾ രാത്രിയൊക്കെ അടിച്ചു പൊളിച്ചു. പിന്നെ ഇനിയും നാളെ കാണാം.